നമസ്കാരം. ആർണോൾഡ് അലോയ്സ് ഷ്വാർസെനെഗ്ഗർ തീർച്ചയായിട്ടും ഹോളിവുഡ് സൂപ്പർ താര പദവിയിൽ നിന്നും ശരീര സൗന്ദര്യത്തിൽ നിന്നും സൂപ്പർ താര പദവിയിലേക്ക് വെച്ച ഹോളിവുഡ് സൂപ്പർ താരം ആർണോൾഡ് അലോയ്സ് ഷ്വാർസെനെഗ്ഗർ. ഒത്തിരി ബോഡി ബിൽഡേഴ്സ് ഹീറോ ആയി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു വ്യക്തി ആർണോൾഡ്. ശരിക്കും ജിമ്മിൽ വർക്കൗട്ടിന് പോകുന്ന ഒരു പുതിയൊരു മെമ്പറോട് ചോദിച്ചാൽ ആരാവണം, എങ്ങനെ വേണം മസിൽ എന്ന് ചോദിച്ചാൽ ആർണോൾഡ് എന്നേ പറയൂ. കാരണം അതൊക്കെ മേലെ മസിലുള്ള ഒത്തിരി താരങ്ങളുണ്ട്, പക്ഷേ വടിപൊത്ത ശരീര സൗന്ദര്യം ഒഴുകുന്ന ഒരേ ഒരു വ്യക്തിയാണ് ആർണോൾഡ് ഷ്വാർസെനെഗ്ഗർ. ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ആർണോൾഡിനെ കുറിച്ച് പറയാൻ വാക്കുകൾക്ക് വരമ്പുകൾ ഉണ്ടാവില്ല. 1947 ജൂലൈ 30 ഓസ്ട്രിയയിൽ ആയിരുന്നു ആർണോൾഡ് അലോയ്സ് ഷ്വാർസെനെഗ്ഗറിന്റെ ജനനം. ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആദ്യം പ്രണയിച്ചത് സിനിമയല്ല, ശരീര സൗന്ദര്യത്തെ. അദ്ദേഹത്തിന്റെ ശരീര സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനുവേണ്ടി തന്നെ 15-ാമത്തെ വയസ്സാരംഭം മുതൽ അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡിങ്ങിന്റെ ടൂൺ അവിടെ മുതൽ ആരംഭിച്ചു. ആർണോൾഡ് എന്ന് പറയുന്ന ആ ഹോളിവുഡിന്റെ നായകൻ, മഹാനായ ബോഡി ബിൽഡർ, അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് കിരീടം നേടി. പിന്നീട് തുടർച്ചയായി 7 തവണ ഒളിമ്പിയ കിരീടവും അദ്ദേഹം കൈക്കലാക്കി എന്ന് തന്നെയാണ് പറയാം. ഇപ്പോഴും പുതിയ പുതിയ ബോഡി ബിൽഡേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒത്തിരി വീഡിയോസിൽ പ്രാധാന്യം അർഹിക്കുന്നത് ആർണോൾഡിന്റെ ആ ഒരു പഴയ വർക്കൗട്ടുകളാണ്. തീർച്ചയായിട്ടും ഒത്തിരി ജിമ്മുകളിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പിക്കുകൾ നിരത്തി ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഓരോ പ്രേക്ഷകരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഹീറോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ചെയ്യുന്ന കർമ്മത്തോടുള്ള ആത്മാർത്ഥത. അങ്ങനെ തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ബോഡി ബിൽഡിങ്ങിൽ നിന്നും ഹോളിവുഡിലേക്ക് ചേക്കേറിയതല്ല, ഓരോ പ്രേക്ഷകരും സ്വീകരിച്ച ഒരു നല്ലൊരു മഹാ നടൻ എന്ന് വേണം പറയാൻ. ശരീര സൗന്ദര്യ ലോകത്ത് നിന്നും ഹോളിവുഡിൽ എത്തിച്ചേർന്ന ആർണോൾഡിനെ സ്വീകരിച്ചത് സുവർണ ലിപികളിൽ എഴുതിയ ഒത്തിരി നല്ല കഥാപാത്രങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നല്ല കഥാപാത്രങ്ങൾ അടങ്ങിയ ഒത്തിരി ചിത്രങ്ങളായിരുന്നു. ശരീര സൗന്ദര്യത്തിൽ നിന്നും ഹോളിവുഡിലെത്തിയ ആർണോൾഡിനെ സ്വീകരിക്കാൻ ലോക പ്രേക്ഷകർ തയ്യാറായിരുന്നു. പിന്നീട് ഹോളിവുഡിൽ നടന്നത് ചരിത്രമായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന് കിട്ടിയ എല്ലാ കഥാപാത്രങ്ങളും, അതിനൊപ്പം തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമകളുടെ സ്റ്റോറി വേറെ തലം, വേറെ ലെവലായിരുന്നു. തീർച്ചയായിട്ടും ലോക പ്രേക്ഷകർ ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു പേര് ഹൃദയത്തിൽ എഴുതി ചേർത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇത് പറയണം, ആ ഒരു കാലഘട്ടത്തിറങ്ങിയ ടെർമിനേറ്റർ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ കാന്തവലയം ഈ ഒരു തലമുറയെയും ആകർഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ വന്നു കയറിയ കാലഘട്ടത്തിൽ ഒത്തിരി ബോഡി ബിൽഡേഴ്സ് സിനിമകളിൽ വന്നിട്ടുണ്ട് എങ്കിലും ഒട്ടും തന്നെ നിലനിൽപ്പില്ലാത്ത രീതിയിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിന്റെയും സഞ്ചാരം. തീർച്ചയായിട്ടും ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു ബോഡി ബിൽഡർക്ക് കിട്ടിയ സ്വീകരണമൊന്നും മറ്റുള്ള നടന്മാർക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കാഴ്ചപ്പാടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആർണോൾഡിന് ലഭിച്ച ഒത്തിരി നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിനെ പ്രേക്ഷകർക്കും നടുവിൽ വിലമതിപ്പുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വേൾഡിൽ ലോക പ്രേക്ഷകർക്കിടയിൽ ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന് ഇപ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ളത്. ഹോളിവുഡ് ആക്ഷൻ താരം എന്ന നിലയിൽ ലോകമെമ്പാടും അദ്ദേഹം താര പദവി ഉയർത്തി തന്നെ പിടിച്ചു. അപ്പോഴും ഇപ്പോഴും വാൾ, സോർസറി, കോനൻ ദി ബാർബേറിയൻ, ടെർമിനേറ്റർ 2, Judgment Day, Commando, The Running Man, Predator, Total Recall, True Lies, Twins, Kindergarten Cop, Jingle All the Way. തീർച്ചയായിട്ടും അറിയപ്പെടുന്ന ഓക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ് ഈ പറയുന്ന ആർണോൾഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാനടൻ. ശരിക്കും തുടക്കം മുതൽക്കേ തന്നെ താരപദവിയിലൂടെ സഞ്ചരിച്ച ഈ ഒരു വ്യക്തി ഇപ്പോഴും പ്രേക്ഷക ഹൃദയങ്ങളിൽ, വെറും പ്രേക്ഷക ഹൃദയത്തിലല്ല, ലോക പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മൂല്യവത്തായ ഓരോ നിമിഷങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് എന്നുള്ളതിനുള്ള തെളിവുകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒത്തിരി നല്ല ചിത്രങ്ങളും. അതോടൊപ്പം തന്നെ കാലിഫോർണിയയുടെ ഗവർണർ പദവി, തീർച്ചയായിട്ടും ആ ഒരു താര പദവി ഇപ്പോഴും മുന്നോട്ട് തന്നെ എന്നുള്ളതാണ് ആർണോൾഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാനടന്റെ പ്രാധാന്യം. അപ്പോൾ ആർണോൾഡ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഇപ്പോഴും ഹീറോയാണ്. ഞാനടക്കമുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിനുള്ള കമന്റ്സുമായി കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.